പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് നല്ലൊരു കിടിലൻ റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും 2 ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാൻ മറക്കരുത്. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതായത് സമയം ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സവാള നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളം ഒട്ടുമില്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതായത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുക, ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്യരുത്, കരിഞ്ഞു പോകും. ഇപ്പോൾ വെണ്ടയ്ക്ക എല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഈ പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ വഴറ്റി നല്ലപോലെ ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ നല്ലപോലെ വഴറ്റി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം മുളക് പൊടിയുടെയും ഈ പൊടിയുടെ എല്ലാം പച്ചമണം എല്ലാം മാറി കിട്ടണം, ഇതെല്ലാം നിറമെല്ലാം മാറി ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇത്രയും മതിയാവും, നമുക്കിത് മാറ്റാം. അടിപൊളിയായിട്ട് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സ്നേഹം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും നമുക്കിതിന് വേണ്ട. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.